മുഖ്യമന്ത്രി ചർച്ചയെ ചൊല്ലിയുള്ള വിവാദം മുറുകുന്നതിനിടെ കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറന്ന് എം കെ രാഘവൻ എം പി. തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചത് ഹൈക്കമാൻഡ് അല്ല എന്നും ചില നേതാക്കളെന്നും സണ്ണി ജോസഫിനെ ലക്ഷ്യമിട്ട് എം കെ രാഘവൻ തുറന്നടിച്ചു. മുഖ്യമന്ത്രി ചർച്ചകൾ തെരുവിലെത്തിച്ചവർ തന്നെ അതിന് ഉത്തരം നൽകണമെന്നും എം കെ രാഘവൻ. അനവസരത്തിലുള്ള ചർച്ചയാണൊന്ന്. കൗണ്ടിങ് കഴിയാതെ ഭൂരിപക്ഷത്തിന് ശേഷം മാത്രമേ ഇത്തരം ചർച്ച സാധാരണയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഇതിൻ്റെ ഒരു വാദം തുടങ്ങിയത് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം തുടങ്ങിയത് എറണാകുളത്തു നിന്നാണ്. DCC പ്രസിഡന്റാണ് ആദ്യം പറയുന്നത്. അയാൾക്ക് പറയാൻ എന്ത് അർഹതയാണ്? ഞാൻ ചോദിച്ചത് അപക്വമായ നടപടിയല്ലേ? അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ ഈ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ തെരുവിൽ വലിച്ചഴച്ച് ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമല്ല. ആരാണോ അന്ന് ഇതിനു വേണ്ടി എന്നോട് സംസാരിച്ചത്, മത്സരിക്കണമെന്ന് പറഞ്ഞത്, അത്തരം ആളുകൾ തന്നെയാണ് ഡൽഹിയിൽ വന്ന് MPമാർ മത്സരിക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ചത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ മുസ്ലിം ലീഗ് പരസ്യമായ അതൃപ്തി അറിയിച്ചു. പ്രവർത്തകരെ നിരാശരാക്കുന്ന പ്രസ്താവനകൾ നേതാക്കൾ നടത്തരുത് എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. നിലവിലെ ചർച്ചകൾ അനാവശ്യമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ വീണ്ടും ഷിയാസിനെ തള്ളി ദീപ്തി മേരി വർഗീസും രംഗത്തെത്തി. UDF ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDF-ലെ ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുകയാണ്. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പം അനാസ്വരത്തിലാണ്. അല്ല, ലീഗിനോട് ഇതുവരെ അക്കാര്യം ആരും ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കുമ്പോഴല്ലേ ലീഗ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനം പറയേണ്ട ആവശ്യമുള്ളൂ. അതെല്ലാവരും പറഞ്ഞാണ്, ഞാനും ഇന്നലെ പറഞ്ഞാണ്, അനവസരത്തിലുള്ളതാണ്, ആവശ്യമില്ലാത്ത ചർച്ചയാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തു, വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. ഞാൻ ആരെയും കാണുന്നില്ല. ഞാനിന്ന് മഹാരാഷ്ട്രയിലെ MLC തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റും AICC എന്നോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള AICC സെക്രട്ടറിമാരുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. കേരളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇന്ന് ചർച്ചയില്ല. ജയിച്ചു കഴിയുമ്പോഴാണല്ലോ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചർച്ചയില്ല. എൻ്റെ ഡൽഹി സന്ദർശനം കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതല്ല. എം കെ രാഘവൻ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ കേട്ടില്ല അതിനെപ്പറ്റി. യഥാർത്ഥത്തിൽ സന്തോഷമുണ്ട് UDF-നെ സംബന്ധിച്ച്. മുഖ്യമന്ത്രി UDF-ൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു സംശയമില്ല. ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ തന്നെ പ്രഗത്ഭരായവരിൽ നിന്ന് ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട് കോൺഗ്രസിന്, UDF-ന്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ സമയത്ത് ഏറ്റവും ഉചിതമായ ഒരാളെ AICC പ്രഖ്യാപിക്കും. ചർച്ച വന്നത് മാധ്യമങ്ങൾക്കുള്ളിൽ നിന്ന്. നിങ്ങൾ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് ഞാൻ എൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കാം. നോബൽ മാരക്കാരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോബൽ, ഇന്നലെ ഈ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇത് അവസാനിപ്പിക്കണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നു. ഇന്നിപ്പോൾ പുതിയ പോർമുഖമാണ് ഈ എന്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് MPമാർ മാറ്റി നിർത്തപ്പെട്ടു എന്ന കാര്യത്തിലടക്കം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത് മുതിർന്ന നേതാക്കൾ തന്നെയാണ്. മാധു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയിൽ നിന്ന് മറ്റൊരു പുതിയ പോർമുഖമാണ് MK രാഘവൻ MP തുറന്നിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ തുടരുന്ന മുഖ്യമന്ത്രി ചർച്ചകൾ അപക്വവും അനാവശ്യവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയ ചർച്ചയുടെ എന്തടിസ്ഥാനത്തിലാണ് നടക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിൽ വ്യക്തത അവർ തന്നെ വരുത്തട്ടെ. നിലവിലത്തെ KPC നേതൃത്വം, പ്രത്യേകിച്ച് സണ്ണി ജോസഫ്, VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായത്. പരോക്ഷമായുള്ള കുറ്റപ്പെടുത്തൽ തന്നെയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ കോഴിക്കോട് അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ താനല്ല ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചത്. തന്നോട് കേരളത്തിലെ നേതാക്കൾ ഇക്കാര്യം ആവശ്യപ്പെടുകയായിരുന്നു. 40 വർഷം അല്ലെങ്കിൽ അതിലേറെ വർഷങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റിൽ മത്സരിച്ചാൽ ഒരുപക്ഷെ അത് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ആ പശ്ചാത്തലത്തിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ അതേ നേതാക്കൾ ദില്ലിയിലെത്തി MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതിലെ അന്തർനാടകം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്ന് ഇതിൽ MK രാഘവൻ MP വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സണ്ണി ജോസഫിനെതിരെ കൂടി അദ്ദേഹം പറയുകയാണ്. കാരണം MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്ത് ഹൈക്കമാൻഡാണ് എന്നാണ് നേരത്തെ മുതൽ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് KPC നേതൃത്വം അടക്കം പറയിച്ചു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് ഹൈക്കമാൻഡ് ഭാഗത്തുനിന്നല്ല. കേരളത്തിലെ നേതാക്കൾ എത്തി MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന കാര്യം ഹൈക്കമാൻഡിനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് അത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എന്താണെങ്കിലും MK രാഘവൻ MP വ്യക്തമാക്കിയത്. വലിയ അതൃപ്തി അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. തനിക്ക് പറയാനുള്ളത് താൻ പിന്നീട് പറയും എന്ന് പറയുമ്പോൾ സ്വാഭാവികം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പൊട്ടിത്തെറി നമുക്ക് കോൺഗ്രസിൽ പ്രതീക്ഷിക്കാം എന്നാണ് വിവരങ്ങൾ നൽകിയത്.